KSRTC ബജറ്റ് ടൂറിസം യാത്രയ്ക്ക് തുടക്കമായി. This news is brought to you by പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. ദേശീയ നാവിക ദിനത്തോടനുബന്ധിച്ചുള്ള നാവികാഭ്യാസ പ്രകടനം കാണുന്നതിന് വേണ്ടിയുള്ള KSRTC ബജറ്റ് ടൂറിസം യാത്രയ്ക്ക് തുടക്കമായി. കണ്ണൂർ DDO V മനോജ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാരണം അങ്ങനെ നമ്മൾ പല പരിപാടികളിലും അതിന്റെ ടൂറുമായി ബന്ധപ്പെട്ടിട്ടാണ് ആയിരത്തിന് മുകളിൽ നമ്മൾ കണ്ടോട്ടിപ്പോൾ നടത്തിയിട്ടുണ്ട്. അദ്ദേഹമാണ് ഇപ്പം നേവിയുള്ളത്. വളരെ മലബാർ മേഖലയിൽ 2 മാസമാണ് ആകെ കിട്ടിയത്. സ്ഥലങ്ങളിലെല്ലാം ഗവി, മൂന്നാർ എല്ലാ സ്ഥലത്തും പോയി. ശരി ഇപ്പോൾ കാണാൻ പറ്റാത്ത സ്ഥലം KSRTC ബസ് ഇപ്പോൾ എല്ലാ സ്ഥലം പോയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നത് കാരണം കോവിഡിന് ശേഷം വളരെ നല്ല രീതിയിൽ ടൂറ് ഐറ്റങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് നമുക്കറിയാം, പ്രായമായി വീട്ടിലിരിക്കുന്നവർക്ക് കാരണം മക്കളില്ല, എല്ലാവരും വിദേശത്തിരിക്കുമ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഒരു ആശ്വാസമാണ് തോന്നുന്നത്. പലരും വിളിച്ച കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഈ ടൂർ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ നിങ്ങളുടെ കുടുംബമായി മാറിയിട്ടാണ് വരുന്നത് എല്ലാവരും. നമുക്കറിയാം, വീട്ടിൽ ഈ കാലഘട്ടത്തിൽ ഗൃഹസ്ഥലത്തിൽ ഇരിക്കുമ്പോൾ ഈ പോകുന്ന ടൂർ വന്ന് അതിപ്പോൾ കഴിഞ്ഞ കല്യാണത്തിന് പോയപ്പോൾ അവിടെ കണ്ടത് എന്ന് വെച്ചാൽ ആ വീട്ടിൽ പ്രത്യേക ഗ്രൂപ്പായിട്ടാണ് ഗ്രാജുവേറ്റ് സ്കൂൾ ഗ്രൂപ്പോ അങ്ങനെയൊന്നും കാര്യങ്ങളോ അവരെല്ലാ ടൂറിന്റെ ഗ്രൂപ്പുകളാണ് ആ പോലേക്ക് ഇരുന്നിട്ട് എല്ലാവരും കൂടി അവർ കാര്യം ചർച്ച ചെയ്തത്. സ്കൂൾ ഗ്രൂപ്പ് ഏകദേശം നടത്തുന്നത് തന്നെയാണ് ഈ ടൂറിന്റെ ഒരു ഇതായി വരുന്നത്. എന്തായാലും നമ്മുടെ ഈ കണ്ണൂരിന്റെ ഇത്രയും ആയിരക്കണക്കിന് ടൂർ വിജയിച്ചിട്ടുള്ള ഓരോരുത്തരാണ് എന്തായാലും നിങ്ങളുടെ ദേവിയുടെ പരിപാടി അവർ ആസ്വദിച്ചത്. ഞാൻ വരുന്ന ടൂറിലേക്ക് വരുന്നുണ്ട്, സംസ്ഥാന ടൂറുകൾ വരുന്നുണ്ട്. അതുപോലെ ഓരോ ആരാധനകൾ കേന്ദ്രീകരിച്ച് വരുന്നുണ്ട്. എല്ലാ ടൂറും നിങ്ങളത് സഹകരിക്കണം മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി എന്തായാലും നല്ല രീതിയിൽ പോയി. പരിപാടിയിൽ ഇൻസ്പെക്ടർ സജീഷ്, സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ബജറ്റ് ടൂറിസം ജില്ലാ കോർഡിനേറ്റർ KR തൻസീർ, ഡിപ്പോ കോർഡിനേറ്റർ K രജീഷ്, ഗൈഡുമാരായ KV രൂപേഷ് എന്നിവർ പങ്കെടുത്തു. 2 ദിവസത്തെ യാത്രയാണ് ബജറ്റ് ടൂറിൽ ഒരുക്കിയിട്ടുള്ളത്. ഒന്നാമത്തെ ദിവസം തിരുവനന്തപുരത്തെ കാപ്പുകാട് ആന പുനരധിവാസ കേന്ദ്രം, പൂവാർ ബോട്ടിംഗ്, വിഴിഞ്ഞം പോർട്ട് വ്യൂ പോയിന്റ് എന്നിവ കണ്ട് വൈകുന്നേരം ശംഖുമുഖം കടപ്പുറത്ത് നാവികാഭ്യാസ പ്രകടനം കാണുന്നതിനുള്ള സൗകര്യവുമാണ് KSRTC അധികൃതർ ഒരുക്കിയിട്ടുള്ളത്. തുടർന്ന് അന്നേ ദിവസം തിരുവനന്തപുരത്ത് താമസിച്ച് 2ാമത്തെ ദിവസം കന്യാകുമാരി സന്ദർശിച്ച് തിരിച്ചു വരുന്ന രീതിയിലാണ് പാക്കേജ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഇന്ന് പുറപ്പെടുന്നത്. അപ്പൊ അതിൻ്റെതായ ചില പരിമിതികൾ നമുക്ക് നേരിടേണ്ടി വന്നേക്കാം. എങ്കിലും ഇതിലാരും ഒരു പുതുമുഖങ്ങളില്ല എന്നുള്ളതാണ് നമുക്കുള്ള ഒരു ആശ്വാസം. അപ്പൊ ആ ഒരു പ്രതീക്ഷയിൽ തന്നെ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രൗഡ് മാനേജ്മെന്റ് അതെങ്ങനെയാണെന്നുള്ളത് അവിടെ എത്തിയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എങ്കിലും സാധാ ഒരു സിസ്റ്റം അല്ല, നമ്മുടെ നേവിയാണ് റോഡ് മാനേജ്മെന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു സിസ്റ്റം, നല്ലൊരു കോർഡിനേഷൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.